അഭ്യൂഹങ്ങൾ അവസാനിക്കാതെ കെ.പി.സി.സി നേതൃമാറ്റ ചർച്ചകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുധാകരൻ തുടരുമെന്ന് സുധാകര പക്ഷം പ്രചരിപ്പിക്കുമ്പോൾ ഉടൻ നേതൃമാറ്റം ഉണ്ടാകുമെന്ന് മറ്റൊരു വിഭാഗവും പറയുന്നു. ഒരു വട്ടം കൂടി സംസ്ഥാന നേതാക്കളുമായി ആശയവിനിമയം നടത്താനാണ് ഹൈക്കമാൻഡ് നീക്കം. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തിരുവനന്തപുരത്ത് കേന്ദ്ര സർക്കാരിനെതിരെ സംഘടിപ്പിക്കുന്ന സംവിധാൻ ബച്ചാവോ റാലിയിൽ നേതാക്കൾ ഒരേ വേദിയിലെത്തും. കെ.ആർ. സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡൽഹിയിൽ പോയി ചർച്ചകൾ നടത്തിയതൊക്കെ നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പ് വരുന്നതുവരെ ഒരു നേതൃമാറ്റം ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പ് സുധാകരന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറുവിഭാഗം പറയുന്നുണ്ടല്ലോ ഉടൻ തന്നെ ഒരു നേതൃമാറ്റം ഉണ്ടാകുമെന്ന്. അങ്ങനെയാണോ കരുതേണ്ടത്? അമൃത, ഡൽഹി ചർച്ചകൾക്ക് ശേഷം തിരിച്ചെത്തിയ കെ സുധാകരൻ ആത്മവിശ്വാസത്തിലാണ് എന്ന് പറഞ്ഞാൽ പോരാ, അമിത ആത്മവിശ്വാസത്തിലാണ് എന്നുകൂടി വിലയിരുത്തേണ്ടിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തന്നെ മാറ്റില്ല എന്ന് സുധാകരൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ സുധാകരനൊപ്പമുള്ള നേതാക്കൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. മറുപക്ഷമാകട്ടെ, നേതൃമാറ്റം അടുത്ത ദിവസങ്ങളിൽ തന്നെ സംസ്ഥാന കോൺഗ്രസിൽ സംഭവിക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ രണ്ട് നേതാക്കൾ ഉണ്ട്. ആന്റോ ആന്റണി, സണ്ണി ജോസഫ് എന്നീ പേരുകൾ ഹൈക്കമാൻഡിന്റെ പരിഗണനയിലുണ്ട്. അതിൽ ഒരാളുടെ പേരിൽ ഹൈക്കമാൻഡ് അവസാനവട്ട ചർച്ചകൾക്ക് ശേഷം എത്തിച്ചേരുകയും അത് സംബന്ധിച്ച പ്രഖ്യാപനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം കരുതുകയും ചെയ്യുന്നത്. ഹൈക്കമാൻഡ് ആകട്ടെ തിടുക്കപ്പെട്ട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഒരു പ്രതിസന്ധി കേരളത്തിൽ സൃഷ്ടിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അതിനാൽ തന്നെ നിലവിൽ AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിൽ തന്നെയുണ്ട്. അവർ കേരളം കേന്ദ്രീകരിച്ച് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ തുടരുകയാണ്. അവർ വിവിധ നേതാക്കളുമായി വീണ്ടും ഒരു വട്ടം കൂടി ആശയവിനിമയം നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും അന്തിമമായ തീരുമാനങ്ങളിലേക്ക് ഹൈക്കമാൻഡ് എത്തുക. ഏതായാലും കേരളത്തിൽ ഒരു അഴിച്ചുപണി വേണമെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്. ഒന്ന്, KPCCയുടെ ഭാരവാഹികളുടെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും. ഒഴിഞ്ഞുകിടക്കുന്ന ചില പോസ്റ്റുകളിൽ പുതിയ ആളുകളെ നിയമിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉടനുണ്ടാകും. മറ്റൊന്ന്, DCC തലത്തിലുള്ള പുനഃസംഘടനയാണ്. അതും വളരെ വേഗത്തിൽ നടക്കും എന്ന് തന്നെയാണ്, പ്രഖ്യാപനങ്ങളിലേക്ക് AICC നേതൃത്വം പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. കെ സുധാകരന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു അഭ്യൂഹങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്നത്. അത് സുധാകര പക്ഷത്തിന്റെ ഒരു ആത്മവിശ്വാസം കൂടിയാണ് അത്തരത്തിൽ അഭ്യൂഹങ്ങളായി അത് കൂടുതൽ ചർച്ചകളിൽ നിൽക്കാനുള്ള ഒരു കാര്യം. മറുപക്ഷത്ത് പല നേതാക്കളും കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്നും അതിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നുവെന്നും ദീപാദാസ് മുൻഷി നേരത്തെ നൽകിയ റിപ്പോർട്ട് ഹൈക്കമാൻഡ് ഏതാണ്ട് അംഗീകരിച്ച മട്ടാണ് എന്ന നിലയ്ക്കുള്ള വിലയിരുത്തലുകളും നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ന് ഈ നേതാക്കളൊക്കെ ഒരേ വേദിയിൽ വരുന്ന ദിവസമാണ്. കേന്ദ്ര സർക്കാരിനെതിരായ AICC ആഹ്വാനപ്രകാരം KPCC നേതൃത്വം നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ അധ്യക്ഷൻ കെ സുധാകരനാണ്. ഉദ്ഘാടകൻ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ആ വേദിയിൽ ഉണ്ടാവും. സ്വാഭാവികമായും ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണെങ്കിലും കേരളത്തിലെ സംഘടനയെക്കുറിച്ച് നേതാക്കൾ പ്രവർത്തകർക്ക് മുന്നിൽ എന്തെങ്കിലും പരാമർശം നടത്തുന്നുണ്ടെങ്കിൽ അത് പുനഃസംഘടനയിലേക്കുള്ള കൃത്യമായ സൂചനകളായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ പുനഃസംഘടന അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നതിനെ കേരളത്തിലെ ഭൂരിഭാഗം നേതാക്കളും വിയോജിക്കുന്നുണ്ട്. പക്ഷേ ആ വിയോജിപ്പ് എത്രത്തോളം അത് KPCC അധ്യക്ഷനെ തന്നെ മാറ്റി മറ്റാരെ ആക്കണമെന്ന കാര്യത്തിലൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങൾ കോൺഗ്രസിൽ ശക്തമാണ്. അതുകൊണ്ടാണ് അതൊരു പ്രഖ്യാപനമായി ഇപ്പോൾ പുറത്തേക്ക് വരാത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.